ഇത് പാനല്ല, പാകിടിയുന്നു ഉണ്ടല്ലോ, പാനല്ലേ ഉണ്ട്. പാനന്തരം ഒന്നുമില്ല, ഇതിന്റെ ആവശ്യമില്ല. അത് പാനല്ലെങ്കിൽ അങ്ങനെ ഇത് ഇവിടുക്കാണ് എന്നിട്ടാവുമ്പോ ദൂരം. നമസ്കാരം. അധ്യാപകരാകുമ്പോൾ വിദ്യാർത്ഥികളെ ശാസിക്കുകയും ശകാരിക്കുകയൊക്കെ ചെയ്യുന്നത് സ്വാഭാവികമാണ് എന്ന് കരുതി വേദിയിലേക്ക് വിളിച്ചു വരുത്തി ഇങ്ങനെ അപമാനിക്കാൻ പാടുണ്ടോ? ഇതാണ് മുൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി കെ ടി ജലീലിനോട് പലരും ചോദിക്കുന്ന ചോദ്യം. ഇക്കഴിഞ്ഞ ദിവസം പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് വെച്ച് നടന്ന SSLC വിദ്യാർത്ഥികളുടെ അനുമോദന ചടങ്ങാണ് മുൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി കെ ടി ജലീലിനെ വിവാദ പുരുഷനാക്കിയ പരിപാടി. ചടങ്ങിൽ വെച്ച് മന്ത്രി ചില വിദ്യാർത്ഥികളെ വേദിയിലേക്ക് വിളിക്കുകയും അവർക്ക് അക്ഷരം അറിയില്ല എന്നും മറ്റും പറഞ്ഞ് അവരെ ശാസിക്കുകയും ശകാരിക്കുകയും ചെവിക്ക് പിടിച്ച് കിഴുക്കുകയൊക്കെ ചെയ്തിരുന്നു. ഇതിന്റെ ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായതോടുകൂടി വലിയ പ്രതിഷേധമാണ് മന്ത്രിക്കെതിരായിക്കൊണ്ട് ഉയരുന്നത്. മന്ത്രിക്കെതിരെ ബാലാവകാശ കമ്മീഷൻ നേരിട്ട് സ്വമേധയാ കേസെടുക്കുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായിരിക്കുകയാണ്. എന്തൊക്കെയായാലും കെ ടി ജലീൽ ഇപ്പോൾ ഒരു പുലിവാല് തന്നെ പിടിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മുൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായ കെ ടി ജലീൽ മണ്ണാർക്കാട് ഒരു വിദ്യാർത്ഥിയെ അപമാനിക്കുന്ന രൂപത്തിൽ അദ്ദേഹത്തെ ഒരു അനുമോദന ചടങ്ങിനകത്ത് സ്റ്റേജിലേക്ക് വിദ്യാർത്ഥിയെ വിളിച്ചു കയറ്റുകയും ആ വിദ്യാർത്ഥിയെ മറ്റു വിദ്യാർത്ഥികൾക്ക് മുന്നിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ അദ്ദേഹത്തിൻ്റെ പ്രയാസങ്ങൾ പറഞ്ഞുകൊണ്ട് അപമാനിക്കുകയും ചെവിയിൽ നുള്ളുകയും ശാരീരിക ഉപദ്രവം നടത്തുന്ന പ്രവണത ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. ഇത് ബാലാവകാശ വിരുദ്ധമായ പ്രവർത്തനമാണ്. ഇതിനെതിരായി ബാലാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുക്കണം. മാത്രമല്ല, കെ ടി ജലീൽ വിദ്യാർത്ഥികളോടും പൊതുസമൂഹത്തോടും മാപ്പ് പറയണം. ഒരു മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയിൽ നിന്ന് ഉണ്ടാവേണ്ട ഭാഷയോ പ്രവണതയോ അല്ല കെ ടി ജലീലിൻ്റെ ഭാഗത്തുണ്ടായിട്ടുള്ളത്. ഇത്തരത്തിലുള്ള പ്രവണതകൾ അംഗീകരിക്കാൻ കഴിയുന്നതല്ല. MSFൻ്റെ ജില്ലാ കമ്മിറ്റി എന്ന രീതിയിൽ ഞങ്ങൾ ഈ വിഷയത്തിനകത്ത് ബാലാവകാശ കമ്മീഷനെ സമീപിക്കുകയും അതിനകത്ത് കേസെടുക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല, കെ ടി ജലീൽ ഈ വിഷയത്തിനകത്ത് പൊതുസമൂഹത്തോടും വിദ്യാർത്ഥി സമൂഹത്തോടും മാപ്പ് പറഞ്ഞേ പറ്റൂ. മാപ്പ് പറയണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ഇതിനിടെ താൻ വിദ്യാർത്ഥികളെ അപമാനിച്ചിട്ടില്ല എന്നും ഒരു അധ്യാപകൻ എന്ന നിലയിലുള്ള സ്നേഹപൂർവ്വമായ തിരുത്തിക്കൊടുക്കൽ മാത്രമാണ് അവിടെ സംഭവിച്ചത് എന്നും ഉള്ള ന്യായവാദവുമായി കെ ടി ജലീൽ രംഗത്ത് വന്നിട്ടുണ്ട്. അദ്ദേഹം ഇങ്ങനെയാണ് പറയുന്നത്, താൻ കേവലം ഒരു പ്രാസംഗികൻ എന്ന നിലയിൽ വന്ന് പ്രസംഗിച്ചു പോകുന്ന ഒരാളല്ല, മറിച്ച് സദസ്സിലും വേദിയിലും ഇരിക്കുന്നവരെല്ലാവരുമായി സംവദിക്കലാണ് തന്റെ പതിവ്. അത്തരത്തിലുള്ള ഒരു സംവാദമായിരുന്നു അവിടെ നടന്നിരുന്നത്. അതിനിടെ ചില വിദ്യാർത്ഥികളെ സ്നേഹപൂർവ്വം സ്റ്റേജിലേക്ക് വിളിക്കുകയും അവരെ തിരുത്തുകയും ചെയ്തിട്ടുണ്ട്. അത് ഇത്തരത്തിൽ വലിയ വിവാദമാക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് മുൻ മന്ത്രി കെ ടി ജലീൽ നൽകുന്ന വിശദീകരണം. പക്ഷേ മുൻ മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായ പെരുമാറ്റം അനവസരത്തിലുള്ളതായി പോയി, തിരുത്തപ്പെടേണ്ടതായിരുന്നു എന്നുള്ളതാണ് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള ഷംസുദ്ദീൻ അടക്കമുള്ളവർ ഈ ഒരു വിഷയത്തെക്കുറിച്ച് പ്രതികരിച്ചിരിക്കുന്നത്. എന്തൊക്കെയായാലും വല്ലാത്തൊരു പുലിവാലാണ് മുൻ മന്ത്രി കെ ടി ജലീൽ ചെന്ന് പിടിച്ചിരിക്കുന്നത്. മന്ത്രിക്കെതിരായിക്കൊണ്ട് MSF അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകളും വലിയ പ്രതിഷേധത്തിനാണ് ഒരുങ്ങുന്നത്.